ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. فليصلح صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. അല്ലാഹുവിന്റെ നിയമ നിർദ്ദേശവും ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും മേഖലകളിലും കാത്തുസൂക്ഷിച്ചുകൊണ്ട് ഹൃദയത്തിൽ നേടിയെടുത്ത വ്യക്തിത്വങ്ങളായി മാറാൻ ശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്, നിർദ്ദേശിച്ചിരിക്കുന്നത്. അതിനനുസൃതമായി ജീവിതത്തെ ക്രമപ്പെടുത്തിയെടുക്കുവാൻ ഇത് നമുക്കെല്ലാവർക്കും തോന്നിയിട്ട് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ട് ആഘോഷ ദിനങ്ങളാണ് ഈദുൽ ഫിത്റും ഈദുൽ അദ്ഹയും. അതിലെ ഈദുൽ അദ്ഹയിലാണ് നാം ഇപ്പോൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ബലിപെരുന്നാൾ ദിനം ധാരാളക്കണക്കിന് ചരിത്രങ്ങൾ, സംഭവ വികാസങ്ങൾ നമുക്ക് ലഭിച്ചിരുന്നു. ദുൽഹജ്ജ് ആരംഭിക്കുമ്പോഴും മഹാനായ പ്രവാചകൻ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ത്യാഗങ്ങൾ നിറഞ്ഞ ജീവിത സ്മരണകളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു തആല ഖലീലായി തെരഞ്ഞെടുത്തിരിക്കുന്നു, കൂട്ടുകാരനായിക്കൊണ്ട്. അദ്ദേഹത്തിന്റെ ജീവിതം എടുത്തു നോക്കിയാൽ പല തരത്തിലുള്ള പരീക്ഷകളുണ്ട് കടന്നുപോയ മഹാവ്യക്തിത്വമാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അദ്ദേഹത്തിന്റെ ജീവിതം നാം ഈ ദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഓർക്കേണ്ടതുണ്ട്, സ്മരിക്കേണ്ടതുണ്ട്, ജീവിതത്തിലേക്ക് പകർത്തേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ അല്ലാഹു തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് പഠിപ്പിച്ചിരുന്നു. ഇന്ന ഇബ്രാഹീമ കാന ഉമ്മതൻ ഖാനിതൻ لله حنيفا
ولم يكن من المشركين. ഇബ്രാഹിം നബി അലൈഹിസ്സലാം കാന ഉമ്മത്തൻ, ഒരു സമുദായമാകുന്ന ഒരു ഉമ്മത്താകുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഖാലിസൻ അല്ലാഹുവിനോട് ഭയഭക്തി കാണിച്ചുകൊണ്ട് ജീവിച്ച ഒരു വ്യക്തിത്വമാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഹനീഫൻ, വളരെ മനസ്സനായിക്കൊണ്ട്, മനസ്സിന് യാതൊരുവിധ വക്രതയും ഇല്ലാതെ, മനസ്സിന് യാതൊരുവിധ കാപ്പറ്റ്യവും ഇല്ലാതെ കൃത്യമായി നമ്മൾക്ക് നേരെ നിലകൊണ്ട വ്യക്തിത്വമാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. വലം യകുൻ മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം ബഹുദൈവ വിശ്വാസികളിൽ പെട്ടവനല്ല എന്ന് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ജീവിതം എടുത്തു നോക്കിയാൽ ആരംഭത്തിന് അദ്ദേഹത്തിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാം ആലോചിച്ചാൽ തന്റെ കുടുംബഭാഗത്തെ തന്റെ വാപ്പയും ഉമ്മയും അടങ്ങുന്ന ആ ഒരു കുടുംബം ബഹുദൈവ വിശ്വാസത്തിൽ അടിയുറച്ച് ജീവിച്ച വ്യക്തിത്വങ്ങളായിരുന്നവർ. ആദ്യം തന്നെ വളരെ ചെറുപ്രായത്തിൽ തന്നെ തന്റെ വാപ്പാനെ ഉപദേശിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ദഅവത്ത് ആരംഭിക്കുന്നത്. വാപ്പ യാതൊരുവിധ കഴിവില്ലാത്ത, യാതൊരുവിധ കാഴ്ചയുമില്ലാത്ത, ഒരു ഉപകാരവും ചെയ്തു തരാൻ പറ്റാത്ത വസ്തുക്കളെയാണോ വാപ്പ നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ടാണ് തന്റെ പിതാവിനെ ഉപദേശിച്ചുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രബോധനം ആരംഭിക്കുന്നത്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉത്തമമായ മാതൃകയുണ്ട് എന്ന് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അത് കാനത് ലക്കും ഉസ്വത്തുൻ ഹസന ഫീ ഇബ്രാഹിം വല്ലദീന മഅഹു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിലും അദ്ദേഹത്തിന്റെ കുടുംബത്തിലും അദ്ദേഹത്തോടൊപ്പമുള്ള ആളുകളിലും വിശ്വാസികളായിട്ടുള്ള നമുക്ക് ഓരോരുത്തർക്കും കാനത് ലക്കും ഉസ്വത്തുൻ ഹസന, ഉത്തമമായ മാതൃകയുണ്ട് എന്ന് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഏതെല്ലാമാണ് ആ മാതൃകകൾ? വിശുദ്ധ ഖുർആനിലൂടെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിവരിച്ചു തന്നതിലൂടെയും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രങ്ങളിലൂടെ നാം നീങ്ങി നോക്കിയാൽ നമുക്കത് കാണാൻ സാധിക്കും. ഒന്നാമതായിക്കൊണ്ട് തന്നെ പ്രഭാതത്തിൽ നാം എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒരു പ്രാർത്ഥന പ്രവർത്തിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ഏതാണ് ആ പ്രാർത്ഥന? أصبحنا على فطرة الإسلام وعلى كلمة الإخلاص وعلى دين نبينا محمد صلى الله عليه وسلم وعلى ملة أبينا إبراهيم حنيفا مسلما وما كان من المشركين. إمام أحمد ذكر الحديث എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. രാവിലെ ഉറക്കമുള്ളവരും തന്നെ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന അസ്ബഹ്ന, ഇതാ നിങ്ങൾ സുബഹിയായിരിക്കുന്നു, പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഇസ്ലാം ശുദ്ധ പ്രകൃതിയിലൂടെ ഇസ്ലാമായിക്കൊണ്ട് മുസ്ലിമായിക്കൊണ്ട് ഇതാ നിങ്ങൾ ഉണർന്നിരിക്കുകയാണ്. ആത്മാർത്ഥമായ നിഷ്കളങ്കമായ നിലനിൽപ്പോടുകൂടിയാണ് നമ്മളിതാ ഉണർന്നിരിക്കുന്നത്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന ആ ദീൻ അനുസരിച്ചുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇതാ ഉണർന്നിരിക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ, നമ്മുടെ പൂർവ്വപിതാവായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ആശ്ചര്യയിലായിക്കൊണ്ട് മിന്നത്തിലായിക്കൊണ്ടാണ് ഉണർന്നിരിക്കുന്നത്. ഹനീഫൻ, മനസ്സനായി മുസ്ലിമൻ, റബ്ബിന്റെ എല്ലാ കൽപ്പനകൾക്കും കീഴടങ്ങിക്കൊണ്ടാണ് നമ്മളിതാ ഉണർന്നിരിക്കുന്നത്. മുസ്ലിങ്ങളിൽപ്പെട്ടവരല്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുകയാണ്. ഇത്തരം ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ഓരോ ചിന്തകളും അല്ലെങ്കിൽ ഓരോ സമയത്തും നമ്മൾ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. ഈ നമസ്കാരം നോക്കുക, നമസ്കാരത്തിൽ ആദ്യമേ പറയുന്ന പഠിപ്പിക്കുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ദഅവത്തിൽ മൂലം നമുക്ക് വിശുദ്ധ ഖുർആനിലൂടെ കാണാൻ സാധിക്കുന്നതാണ്. എന്തായാലും ആ സമൂഹത്തിലേക്ക് ദഅവ പ്രവർത്തനവുമായി കൊണ്ടുവരികയാണ്. അവർ ആരാധിച്ചുകൊണ്ടിരുന്നത് സൂര്യനെയാണ്, ചന്ദ്രനെയാണ്, നക്ഷത്രാദികളെയാണ്. അവയെല്ലാം ആരാധിച്ചുകൊണ്ടിരുന്ന ആ സമൂഹത്തിലേക്ക് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്നുകൊണ്ട് ഉപദേശിക്കുകയാണ്. രാത്രിയായപ്പോൾ നക്ഷത്രത്തെ അദ്ദേഹം കാണുകയാണ്. അദ്ദേഹം പ്രഖ്യാപിച്ചു, ഇതാണ് എന്റെ റബ്ബ് എന്ന്. താങ്കൾ
കാരണം അവർ ആരാധിച്ചുകൊണ്ടിരുന്ന ഒരാരാധ്യവസ്തുവായിരുന്നു നക്ഷത്രം എന്നുള്ളത്. എന്നാൽ അത് അസ്തമിച്ചു പോയപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാം അവരോട് പ്രഖ്യാപിക്കുകയാണ്, അസ്തമിച്ചു പോകുന്ന വസ്തുക്കളെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, എന്റെ ആരാധ്യനരല്ല. വീണ്ടും ആ ചന്ദ്രൻ ഉദിച്ചുയർന്ന് നിൽക്കുന്നതായിട്ട് കാണുമ്പോൾ, പ്രകാശപൂരിതമായിട്ട് നിൽക്കുന്നതായിട്ട് കാണുമ്പോൾ അദ്ദേഹം പ്രഖ്യാപിച്ച സമൂഹത്തോട്, കാരണം ആ സമൂഹം ആരാധിച്ചുകൊണ്ടിരുന്ന ആരാധ്യ വസ്തുവായിരുന്നു ആ ചന്ദ്രൻ എന്നുള്ളത്. അതുകൊണ്ട് ചന്ദ്രനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുകയാണ് ഇബ്രാഹിം അലൈഹിസ്സലാം, ഹാദാ റബ്ബി, ഇത് എന്റെ റബ്ബാകുന്നു, ഇതെന്റെ റബ്ബാകുന്നു. പക്ഷേ അതെന്നെ അസ്തമിച്ചു പോയപ്പോൾ എന്റെ റബ്ബിനെ ഹിദായത്തിലാക്കിയില്ല എങ്കിൽ, സന്മാർഗത്തിലാക്കിയില്ലായിരുന്നുവെങ്കിൽ തെറ്റവനായി പോകുമായിരുന്നു ഞാൻ. വീണ്ടും ആ സമൂഹം ആരാധിച്ചുകൊണ്ടിരുന്ന ഒരാരാധ്യവസ്തുവാണ് സൂര്യൻ എന്നുള്ളത്. ആ സൂര്യനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രഖ്യാപിച്ചു, ഹാദാ റബ്ബി, ഇതെന്റെ റബ്ബാകുന്നു. എന്നാൽ ഹാദാ അക്ബർ, ഇതെന്നേക്കാളും വലുതാകുന്നു. പക്ഷേ ആ സൂര്യൻ അസ്തമിച്ചു പോയപ്പോൾ നിങ്ങൾ ഏതെങ്കിലാണ് ശിർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതിൽ നിന്നും ഞാനിതാ വിട്ടുനിൽക്കുന്നവനാകുന്നു, ഒഴിവായവനാകുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ ആരിലേക്കാണ് തിരിയുന്നത്, എന്റെ പ്രാർത്ഥനകളാരിലേക്കാണ് പോകുന്നത്, എന്റെ ദ്വാരകളിലേക്കാണ് നീങ്ങുന്നത്, എന്റെ ആരാധനാക്രമങ്ങൾ, എന്റെ സുജൂദുകൾ, എന്റെ റുക്കൂഅുകൾ, എന്റെ ദബഹുകൾ, എന്റെ നിദ്രകളെല്ലാം ആരിലേക്കാണ് പോകുന്നത്, എന്റെ സഹായാഭ്യർത്ഥന ആരിലേക്കാണ് പോകുന്നത്. ഇന്നീ വജ്ജത്തു, ഇതാ എന്റെ മുഖത്തെ ഞാൻ തിരിച്ചിരിക്കുന്നു. വജ്ജിയലില്ലതി, ഒരുവനിലേക്കാണ് തിരിച്ചിരിക്കുന്നത്. ഈ ആകാശഭൂമികളെ മുഴുവനും സൃഷ്ടിക്കുകയും അതിനെ പരിപാലിക്കുകയും ചെയ്യുന്ന ആ മുഴുവനിലേക്കാണ് എന്റെ മുഖത്തെ ഞാൻ തിരിച്ചിരിക്കുന്നത്. ഹനീഫ, എങ്ങനെയാണ് തിരിച്ചിരിക്കുന്നത്? വേറൊരാളും അതിന്റെ ാരില്ലാതെ, വേറൊരാളിലേക്കും തിരിയാതെ ആ അബ്ദിലേക്ക് മാത്രം മനസ്സിലായിക്കൊണ്ട്, മനസ്സിൽ യാതൊരു അവസ്ഥതയുമില്ലാതെ ആ അബ്ദിലേക്കാണ് എന്റെ മുഖത്തെ ഞാൻ തിരിച്ചിരിക്കുന്നത്. ഒരിക്കലും വിശ്വാസികൾപ്പെട്ടവരല്ല എന്ന ആ വജ്ജീയതല്ലതി ഞങ്ങൾ നമസ്കാരത്തിൽ ആദ്യമേ സമർപ്പിക്കുന്ന ആ പ്രാർത്ഥനയിലൂടെ ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ ഓർമ്മകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. ഇനി നമസ്കാരത്തിന്റെ അവസാനം എടുത്തു നോക്കുക. ആ അവസാനത്തിൽ ഒരു പ്രാർത്ഥനയുണ്ട്, ഇബ്രാഹിം സ്വലാത്തി എന്ന അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അല്ലാഹുവേ, മുഹമ്മദിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും ഈ ഗുണം ചെയ്യണമേ. ഏതുപോലെ ഇബ്രാഹിം അലൈഹിസ്സലാമയ്ക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും എപ്രകാരമാണോ ഈ ഗുണം ചെയ്തത്, അതുപോലെ നീ ഗുണം ചെയ്യണമേ, അതുപോലെ നീ ബർക്കത്ത് ചെയ്യണമേ എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന നമസ്കാരത്തിന്റെ ആദ്യത്തിലും നമസ്കാരത്തിന്റെ അവസാനത്തിലും ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ജീവിതം നാം ആരംഭിക്കുകയാണ്. അതുപോലെ തന്നെ അദ്ദേഹം സമൂഹത്തെ സമൂഹം ആരാധിച്ചുകൊണ്ടിരുന്ന ഓരോ വസ്തുക്കളുടെയും ആ നിജസ്ഥിതി എന്താണെന്ന് വ്യക്തമാക്കിക്കൊണ്ട് അവയ്ക്കൊന്നും ഒരു ഉപദ്രവം ചെയ്യാൻ സാധിക്കില്ല, ഒരു ഉപദ്രവവും ചെയ്യാൻ സാധിക്കില്ല, യാതൊന്നും കേൾക്കുകയില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ദഅവത്ത് ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. എന്നിട്ട് ആരാണ് എന്റെ റബ്ബ് എന്ന് പ്രഖ്യാപിക്കുകയാണ് അദ്ദേഹം. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ശുഅറ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. വഖ്ലു അലൈഹിം നബഅ ഇബ്രാഹിം. പ്രവാചകരെ താങ്കളൊന്ന് വിശദീകരിച്ചു കൊടുക്കുക, താങ്കളൊന്ന് തിലാവത്ത് ചെയ്തു കൊടുക്കുക അവരുടെ മേൽ. നബഅ ഇബ്രാഹിം, ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ചരിത്രം അല്ലെങ്കിൽ വൃത്താന്തം. ഇത് ഖാല ലി അബീഹി വഖൗമിഹി മാ തഅബുദൂൻ. അദ്ദേഹം തന്റെ മാപ്പയോടും തന്റെ സമൂഹത്തോടും ചോദിച്ച സന്ദർഭം, മാ തഅബുദൂൻ, നിങ്ങൾ ഏതൊന്നിനെയാണ് ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്? അവരുടെ മറുപടി, ഞങ്ങൾ വിജ്ഞാനങ്ങളെയാണ് ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്, അവയ്ക്ക് മുമ്പ് ഞങ്ങൾ ഭജനമിരിക്കാറുമുണ്ട് എന്ന് പ്രഖ്യാപിച്ചപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ചോദ്യം, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന അവർ കേൾക്കുമോ? അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ആവശ്യപ്പെട്ടത് അതിനനുസരിച്ചുകൊണ്ട് ഉപകാരം ചെയ്യാൻ അവർക്ക് നിങ്ങൾക്ക് ഉപകാരം ചെയ്യാൻ അവർക്ക് സാധിക്കുമോ? അവരോൻ എന്തെങ്കിലും ഉപദ്രവം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമോ എന്ന് ഖുർആനിലൂടെ അല്ലാഹു തആല ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ വാക്കുകളോളം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അവർ കൊടുക്കുന്ന മറുപടി, ഇന്നത്തെ
ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമുദായത്തിന്റെ നാവിലൂടെ പുറത്തു വരുന്നൊരു വാക്കായിരുന്നു അന്ന് കാലത്ത് ബഹുദൈവ വിശ്വാസികളുടെ നാവിലൂടെ കടന്നു വന്ന വാക്ക്. പറയുകയാണ്, അല്ല, അവർ ഉപകാരം ചെയ്യില്ല, ഞങ്ങൾ പ്രാർത്ഥിച്ചാൽ ചോദിച്ചില്ല, ഒരു ഉപദ്രവം ചെയ്യില്ല, എല്ലാം നമുക്കറിയാം. പക്ഷെ എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നതെന്ന് അറിയുമോ? നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ഇത് ചെയ്യുന്നതായിക്കൊണ്ട് ഞങ്ങൾ ഇതാ കണ്ടെത്തിയിരിക്കുന്നു. അത് തന്നെയാണ് ആ താവഴി തുടർന്നു വരികയാണ് നമ്മുടെ ഈ ആരാധനാക്രമങ്ങളിലൂടെ നിങ്ങൾ കാണുന്നത് എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാമയോട് അവർ പ്രഖ്യാപിക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ അടുത്ത ചോദ്യം, നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ആ വസ്തുക്കളുടെ നിജസ്ഥിതി എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? നിങ്ങളും നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, സഹായാഭ്യർത്ഥന നടത്തിക്കൊണ്ടിരിക്കുന്ന, വാർത്ത വഴിപാടുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ആരാധ്യ വസ്തുക്കളുടെ അവസ്ഥ എന്താണെന്ന് അറിയുമോ? നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവയെല്ലാം എന്റെ ശത്രുവാനും ലോകപരിപാലകനായ റബ്ബിനെ ആ റബ്ബിനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രഖ്യാപിക്കുകയാണ്. എന്റെ റബ്ബാരാണ് എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഒന്നാമതായിക്കൊണ്ട് പറയുന്നു, അവൻ എന്നെ സൃഷ്ടിച്ചിരിക്കുന്നു, എന്നെ സൃഷ്ടിച്ചവനായ അവൻ എനിക്ക് മാർഗദർശനം നൽകിയിരിക്കുന്നു, എനിക്ക് ഹിദായത്ത് നൽകിയിരിക്കുന്നു. എന്നെ സൃഷ്ടിക്കുകയും എനിക്ക് ഹിദായത്ത് ചെയ്യുകയും ചെയ്ത അവനാകുന്നു എന്റെ റബ്ബ്. അതുപോലെ തന്നെ വല്ലതീസുമനി, എനിക്ക് ഭക്ഷണം നൽകുന്ന എനിക്ക് വെള്ളം നൽകുന്നവനാണോ അവനാണ് എന്റെ റബ്ബ്. വൈരാമു, എനിക്ക് രോഗം ബാധിച്ചാൽ അവനാകുന്നു എന്റെ രോഗത്തിന് ശമനം നൽകുന്നവൻ. ഒരു ഡോക്ടറോ അല്ലെങ്കിൽ ഒരു മരുന്നോ അല്ല, പൂർണ്ണമായിട്ട് ശമനം നൽകുന്നവൻ എന്റെ റബ്ബ് മാത്രമാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ്. വല്ലതീയും നിശ്ചനി, എന്നെ മരിപ്പിക്കുന്നവനാരോ അവനാണ് എന്റെ റബ്ബ്. സ്വന്മയുടെയും അതിനുശേഷം എന്നെ ജീവിപ്പിക്കുന്നവനാരോ അവനാണ് എന്റെ റബ്ബ്. വല്ലതീയാക്കുമാറോ, ഞാൻ കൊതിക്കുകയും ചെയ്യുന്നു പരലോകത്തിന്റെ ദിനം, പ്രതിഫലം നൽകപ്പെടുന്ന ദിനത്തിൽ എന്റെ തെറ്റുകൾക്ക് ആരാണോ പുറത്തു തരാൻ ഞാൻ ഇപ്പോൾ വിളിച്ചപ്പെടുന്നത്, ആ പുറത്തു വരുന്നവനുണ്ടല്ലോ അവനാകുന്നു എന്റെ റബ്ബ് എന്ന് പ്രവാചകനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രഖ്യാപിക്കുകയാണ്. ഇതാണ് ഏകദൈവ വിശ്വാസം എന്നുള്ളത്. റബ്ബാണെന്ന് പ്രഖ്യാപിക്കുകയാണ്. നമ്മളെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും നമുക്ക് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി തരികയും ചെയ്ത എന്റെ റബ്ബിനെ മാത്രമേ ഞാൻ വിളിച്ചു തേടുകയുള്ളൂ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രഖ്യാപിക്കുകയാണ്. ആ തൗഹീദായിരിക്കണം നമ്മൾ പ്രഖ്യാപിക്കേണ്ടത്, ആ തൗഹീദായിരിക്കണം നമ്മൾ ഉൾക്കൊള്ളേണ്ടത്, ആ തൗഹീദായിരിക്കണം ഈ സമൂഹത്തിലേക്ക് ഇന്നിന്റെ ദിനം, ഈ ഹജ്ജിന്റെ ആദ്യ ദിനം മുതൽ ഇന്നേ ദിനം വരെ നമ്മൾ ഓർത്തുകൊണ്ടിരിക്കുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ചരിത്രങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്ത ആ ഏകദൈവ വിശ്വാസമുണ്ടല്ലോ, അതായിരിക്കാം നമ്മൾ പ്രഖ്യാപിക്കേണ്ടത് എന്ന് ഉണർത്തുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. മനുഷ്യൻ ടെൻഷനുകളുടെ ലോകത്താണ്. എല്ലാത്തരം മാനസികമായ സംഘർഷങ്ങളിലൂടെയാണ് മനുഷ്യ സമൂഹം മുന്നോട്ട് പോകുന്നത്. ഒരു നിർദ്ദേശം എന്നുള്ളത് നേടിയെടുക്കാൻ നമ്മളേവരും പരിശ്രമിക്കുകയും ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലൂടെ മുഖാരാജ്യത്തെ സംബന്ധിച്ച് പ്രഖ്യാപിക്കുകയാണ്. ആ മക്കാരാജ്യത്തെ നാം ഇതാ ആക്കി മാറ്റിയിരിക്കുന്നു. മസാബത്തല്ലുന്ന ജനങ്ങൾക്ക് സമ്മേളിക്കുന്ന ഒരു സങ്കേതം, ഒരു കേന്ദ്രമാക്കിക്കൊണ്ടും നിർഭയത്വത്തിന്റെ കേന്ദ്രമായിക്കൊണ്ട്. മക്ക നിർഭയത്വത്തിന്റെ കേന്ദ്രമാണ്. എന്താണ് ആ നിർഭയത്വം ഉണ്ടാകാനുള്ള കാരണം? വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല പഠിപ്പിച്ചു തന്നു. അല്ലദീന ആമനു, വിശ്വസിക്കുകയും വലം യൽബിസു ഈമാനഹും ബിദുൽം, ആ വിശ്വാസത്തിൽ യാതൊരുവിധ അക്രമം കലർത്താതിരിക്കുകയും ചെയ്തവനാരോ ഉലൈക ലഹുൽ അംൻ, അവർക്കാകുന്നു നിർദ്ദേശമുള്ളത്. അല്ലാഹുവിനോട് വിളിച്ചു തേടേണ്ടതിന് പകരം മറ്റേ അല്ലാഹുവിന്റെ സൃഷ്ടിജാലങ്ങളെ വിളിച്ചു തേടിയാൽ അവന് നിർഭയത്തോടെ ലഭിക്കുകയില്ല. അങ്ങനെയുള്ള ആളുകളുടെ ശരീരങ്ങളിലാണ് പലതരത്തിലുള്ള മൂൽബന്ധങ്ങളും അതുപോലെ തന്നെ പല ഉറുക്കുകളും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവരുടെ ഭാഗ്യങ്ങളിലാണ് പലതരത്തിലുള്ള
തരത്തിലുള്ള സാധനങ്ങളും കെട്ടിപ്പോക്കിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വീട്ടിലേക്ക് കയറുമ്പോൾ അസ്വസ്ഥത, അതുപോലെ തന്നെ എവിടെയെങ്കിലും പോകുമ്പോൾ അസ്വസ്ഥത. എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? അള്ളാഹുവിനെ മുറുകെ പിടിക്കേണ്ടതിന് പകരം അള്ളാഹുവിന് പുറമെയുള്ള മറ്റേതര ശക്തികളെ വിളിച്ചു ചേർന്ന് രംഗമുണ്ടായി. അതുകൊണ്ട് അവരെ ഒരിക്കലും നിർഭയത്വം നമ്മൾ അനുഭവിക്കാൻ സാധിക്കില്ല എന്ന് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. എങ്ങനെയാണ് നിർഭയത്വം ഉണ്ടാകുക? സത്യവിശ്വാസത്തിലൂടെ അള്ളാഹുവിന്റെ ആദർശത്തെ മുറുകെ പിടിച്ചുകൊണ്ട് എല്ലാ സമയത്തും റബ്ബ് കൂടെയുണ്ടെന്നുള്ള തോന്നൽ നമ്മുടെ ജീവിതത്തിലേക്ക് വരണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ജീവിതം അതാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം വളരെ ചെറുപ്പത്തിൽ തന്നെ വീട് വിട്ടു പോകേണ്ടിരുന്നു. വാക്കോ ഓടിച്ചു കളഞ്ഞു. ഞാൻ കല്ലെറിഞ്ഞ് ഓടിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പുറത്തേക്ക് വന്നു. ആരുടെ കൂടെ? എന്റെ റബ്ബ് മതി, എന്റെ റബ്ബ് എല്ലാ സ്ഥലത്തുമുണ്ട്. എന്റെ റബ്ബ് എന്നെ കാണുകയും എന്നെ കേൾക്കുകയും എന്റെ എല്ലാ അവസ്ഥകളും മനസ്സിലാക്കുകയും ചെയ്യുന്ന എന്റെ റബ്ബ് കൂടെയുണ്ട് എന്നുള്ള പ്രഖ്യാപനത്തോടുകൂടി ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. നമ്മൂദിന്റെ കൊട്ടാരത്തിലേക്ക് ചെന്നുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചു. ആ സമൂഹത്തോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചു. ആ പിതാവിനോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചു. അങ്ങനെ അവരെല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ഇദ്ദേഹത്തെ കൊട്ടാരത്തിലേക്ക് വലിച്ചെറിയാൻ പോയി. ആ സമയത്ത് സന്തോഷത്തോടുകൂടി ആ സെക്രട്ടേറിയറ്റ് വാങ്ങിക്കൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രഖ്യാപിച്ചതെന്താണ്? ഹസ്ബി അല്ലാഹ്, എനിക്കെന്റെ റബ്ബ് മതി, എനിക്കെന്റെ റബ്ബ് മതി. ഈ ലോകത്തുള്ള മറ്റേതൊരു ശക്തികളൊന്നും എനിക്ക് വേണ്ട, എന്റെ റബ്ബ് കൂടെയുണ്ട് എന്നുള്ള പ്രഖ്യാപനം. അതുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാമയ്ക്ക് സാന്ത്വനമായിക്കൊണ്ട് അല്ലാഹുവിന്റെ വചനം നൽകിയില്ലേ? ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഇതെന്ന് അത് തണുത്തു ഒരു സമാധാനമാക്കി മാറ്റി മാറുന്നു എന്ന് ആശയോട് ആജ്ഞാപിക്കുകയും അതിനെ വിശ്വസിച്ചുകൊണ്ട് തീയിലേക്ക് സ്വന്തമായി കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്തു. അദ്ദേഹം ആ പരീക്ഷണത്തിൽ ഉദ്ദേശിച്ചു അതിന് രക്ഷപ്പെടുന്ന രംഗം. അതുപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമക്ക് ദീർഘകാലമായി കൊണ്ട് കുട്ടികളില്ലാത്തതിന്റെ പേരിൽ ഒരു മക്കളോളം അതുപോലെ തന്നെ പുരുഷന്മാരുടെ അടുത്തേക്ക് ചെന്നില്ല. അതുപോലെ ഏതെങ്കിലും വൃക്ഷങ്ങളുടെ അടുത്തേക്ക് ചെന്നില്ല. നമുക്ക് കാണാം കേരളത്തിൽ ഇന്നത്തെ അവസ്ഥ. പാലക്കാട് ജില്ലയിൽ ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് മരത്തിന്റെ ഒരു വരവ് തോന്നിക്കിടക്കുകയാണ്. ആ മരത്തിന്റെ പള്ളിയിലാകട്ടെ ഒരു 10 വിരപ്പ് പുറത്തിരിക്കുന്നു. അതിന്റെ ഉള്ളിലൂടെ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും തൊട്ടിലുകൾ കെട്ടിയിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? ഒരു കുഞ്ഞിക്കാലുകാരൻ വേണ്ടി ദീർഘനാൾ ദാമ്പത്യ ജീവിതം നയിച്ചിട്ട് ഒരു കുട്ടിയില്ലാത്തതിന്റെ പേരിൽ ആളുകൾ പോവുകയാണ് വൃക്ഷത്തിനോട് ചേരാൻ, ആ മരവള്ളിയോട് ചേരാൻ, അതുപോലെ തന്നെ പുണ്യപുരുഷന്മാരോട് ചേരാൻ. എന്നാൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആരോടാണ് പ്രാർത്ഥിച്ചത്? റബ്ബിനോട് മാത്രമാണ് പ്രാർത്ഥിച്ചത്. അങ്ങനെ ആ റബ്ബ് അത് സ്വീകരിച്ചു. അപ്പോൾ കൊടുത്ത മറുപടി എന്താണെന്നറിയോ? ഇബ്രാഹിം നബി അലൈഹി സ്വലാം അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനത് പ്രവർത്തിക്കുമെന്നാണ്. അങ്ങനെ ആ കുട്ടി ജനിക്കേണ്ട താമസം ഇബ്രാഹിം നബി അലൈഹി സ്വലാം കരുത്ത് മടങ്ങുകയാണ്. ഈ കുഞ്ഞിനെയും മാതാവിനെയും കൊണ്ടുപോയി ജനമായ സ്ഥലത്ത് കൊണ്ടുപോയി ആക്കണമെന്ന്. അങ്ങനെ ആക്കി ഇബ്രാഹിം നബി അലൈഹി സ്വലാം തിരിച്ചു വരുമ്പോൾ മാതാവിന്റെ ചോദ്യം, മാതാവിയുടെ ചോദ്യം, എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? നമ്മൾ രണ്ടുപേരെയും ആരുമില്ലാത്ത വെള്ളമില്ലാത്ത ഒരാൾ പോലും താമസിക്കാൻ ഇവിടെ ഇല്ലാത്ത ആ സ്ഥലത്ത് കൊണ്ടുപോയാണ് നിങ്ങൾ വിടുന്നത് എന്ന് ചോദിച്ചപ്പോൾ കൊടുക്കുന്ന മറുപടി ഒന്നും മിണ്ടാതെ തിരിഞ്ഞു പോവുകയാണ്. വീണ്ടും ആ ഹാജരാബിയുടെ ചോദ്യം, അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരമാണോ താങ്കൾ നമ്മൾ എവിടെ ഉപേക്ഷിച്ചത് എന്ന് ചോദിച്ചപ്പോൾ അതേ എന്നുള്ള മറുപടി ലഭിക്കേണ്ട താമസം ആ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ മുഅ്മിനത്തായ ഭാര്യ പ്രഖ്യാപിക്കുകയാണ്, എങ്കിൽ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല, എന്റെ റബ്ബ് നമ്മൾ കൈവിടില്ല എന്നുള്ള ആ ഒരു ദൃഢമായ വിശ്വാസത്തോടുകൂടി കടന്നു പോവുകയാണ്. എന്നാൽ ഇന്നത്തെ ചില ആളുകൾ പ്രഖ്യാപിക്കുന്നു, ഇന്ന വിജനമായ സ്ഥലത്ത് അല്ലാഹുവിന്റെ കൂട്ടിലുള്ളത് മനസ്സിലാണ് കൂട്ടുള്ളത്, മനസ്സിലാണ് കൂട്ടിലുള്ളത്, അവരോട് വിളിച്ചു കേൾക്കൂ എന്ന് പറഞ്ഞുകൊണ്ട്. എന്നാൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അവരോട് പറഞ്ഞില്ലത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ഭാര്യ അത് തിരിച്ചു ചോദിച്ചില്ല, ഇവിടെ ഉണ്ടാകുമല്ലോ, ഇവിടെ മലക്കുണ്ടാകുമല്ലോ, അതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട എന്നല്ല പറഞ്ഞത്. മറിച്ച് റബ്ബുണ്ടാകും, എന്റെ റബ്ബ് കൈവിടില്ല എന്നുള്ള ആ ദൃഢമായ വിശ്വാസത്തോടുകൂടി അജാബർ കടന്നു ചെല്ലുകയാണ്. അങ്ങനെ മലകൾക്കിടയിൽ ഓടി നടന്നുകൊണ്ട് ആ ഏതെങ്കിലും ഒരു വെള്ളം കിട്ടുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണം കിട്ടുമോ, ആരെങ്കിലും കാലപോയി എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നടക്കുന്ന രംഗം. അതിന് അവസാനമാണ് ബന്ധം കടന്നു വരുന്നത്. അത് അല്ലാഹുവിന്റെ വിഗ്രഹത്തിന്റെ വെള്ളമാണ്. അതേപോലെ ബുദ്ധിക്കുന്ന ആളുകളുണ്ട്. ഉടൻ വിശദീകരിക്കുന്നില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ നിരക്കും അല്ലാഹുവിന്റെ പാർശ്വത്തെ മുറുകെ പിടിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. എനിക്ക് എന്റെ റബ്ബ് മതി. എവിടെ പെട്ടുപോയാലും, ഏത് വിജനമാകട്ടെ, ഏത് സുജനമാകട്ടെ, ഏത് പ്രയാസത്തിൽ പെട്ടുപോയാലും എന്റെ റബ്ബുണ്ട് കൂട്ടിനെ എന്നുള്ള ആർദ്രമായ വിശ്വാസത്തോടുകൂടിയായിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം. അത്
അതുപോലെ തന്നെ കുട്ടി വളർന്നു വലുതായി അവസാനം അള്ളാഹുവിന്റെ കൽപ്പന വരികയാണ് ആ കുട്ടിയെ അറക്കണമെന്ന് എന്താണ് വളരെ ദീർഘകാലങ്ങൾക്ക് ശേഷം ഒരു കുട്ടി ജനിച്ചപ്പോൾ ആ കുട്ടിയെ അറക്കണമെന്ന് പറയുക. ആ കുട്ടി അതിന് തയ്യാറാകുകയും ഇബ്രാഹിം ആ കുട്ടിയെ കൊണ്ട് കടന്നു ചെല്ലുകയും ചെയ്യുമ്പോൾ ഇബ്രാഹിം അള്ളാഹു പ്രഖ്യാപിക്കുന്നു, നിങ്ങൾ വിജയിച്ചിരിക്കുന്നു ഈ പരീക്ഷണത്തിൽ നിന്ന് പ്രഖ്യാപിക്കുകയാണ്. നമ്മളോട് എന്താണ് ആവശ്യപ്പെട്ടത്? ഒരു പോത്തിനെ അറക്കാൻ, ഒരു ആടിനെ അറക്കാൻ. പക്ഷെ നമുക്ക് എത്രത്തോളം സാധിക്കുന്നു? ഇബ്രാഹിം നബി അലൈഹിസ്സലാം സ്വന്തം മകനെ അറക്കാൻ വേണ്ടി പ്രഖ്യാപനം വന്നപ്പോൾ പോലും, വഴി ലഭിച്ചപ്പോൾ പോലും അതിന് സന്നദ്ധനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ജീവിതമായിരിക്കണം നമ്മളിപ്പോൾ മുന്നോട്ട് പോകേണ്ടത്. അതുകൊണ്ട് നമ്മൾ ഓരോ നടത്തുമ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ടത് ആ ബോധമായിരിക്കണം, ആ ഒരു തഖ്വയായിരിക്കണം, ആ ഒരു ചിന്തയായിരിക്കണം. അല്ലാഹു തആല പ്രഖ്യാപിക്കുന്നു, അള്ളാഹുവിലേക്ക് അവരുടെ അമർത്തുന്ന മാംസം എത്തുകയില്ല, അമർത്തുകയുന്ന അരക്കം പോലും എത്തുകയില്ല. നിങ്ങളിൽ നിന്നുള്ള തഖ്വയാണ്, സൂക്ഷ്മതാബോധമാണ്. അതുകൊണ്ട് ഓരോരുത്തരും നടത്തുമ്പോൾ ചിന്തിക്കുക, എന്താണ് എന്റെ വീട്ടിലാണെന്നത്, എന്റെ ഭൂത്തിനെ അറക്കുന്നത്, വലിയ ആടിലറക്കുന്നത് നിങ്ങൾക്ക് അധികത്തിന് പോലുള്ള നിലയിലേക്ക് മാറാതെ ഇതെന്റെ റബ്ബിനോട് കൽപ്പിച്ചതാണ്, അതുകൊണ്ട് ഞാൻ അറക്കുകയാണ്. എന്റെ വീട്ടിൽ തഖ്വാനിർഭരമായി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇനിയുള്ള സമയങ്ങൾ അയ്യാമത്തെ അവസാന ദിനമായ 13-ാം തീയതി 13 വരെ നമ്മൾ തക്ബീർ തുണികൾ അന്വയിച്ചിട്ടുണ്ടായിരിക്കണം നിൽക്കേണ്ടത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ട്, അല്ലാഹുവിനെ പ്രകീർത്തനം ചെയ്തുകൊണ്ട്, അല്ലാഹുവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഇനിയുള്ള ദിനരാത്രികൾ അയ്യാമത്തെ ശരീഅത്തിന്റെ അവസാന ദിനം വരെ തക്ബീർ ധ്വനികളാൽ നമ്മുടെ മനസ്സുകളും നമ്മുടെ നാവുകളും നമ്മുടെ കാതുകളും നമ്മുടെ വീടുകളും കുടുംബങ്ങളും സമൂഹവുമെല്ലാം ആ തക്ബീർ ധ്വനികളാൽ ഉയർത്തിക്കൊണ്ട് നമുക്കിത്തരം വിഷയങ്ങൾ നൽകിയ, ഇത്തരം ഹിദായത്ത് നൽകിയ റബ്ബിനോട് കൂടുതൽ കൂടുതലെത്തിക്കൊണ്ട് അള്ളാഹുവിനോട് നന്ദി കാണിച്ച്, അള്ളാഹുവിനോട് സൂക്ഷ്മത കാണിച്ചുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളായിട്ട് മാറാൻ പരിശ്രമിക്കുക. അല്ലാഹു തആല അതിനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ കുറ്റങ്ങളും പുറത്തു തരികയും മാറ്റു തരികയും ചെയ്യുമാറാകട്ടെ. കൂടുതൽ നന്മയിലേക്ക് മുന്നേറുവാനും നിലനിൽക്കാനുമുള്ള തൗഫീഖ്